നമസ്കാരം. ശ്രീരാമ ജന്മഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദർശനം നടത്തിയിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി അയോധ്യ നഗരത്തിൽ 10,000-കണക്കിന് പേർ അണിനിരുന്ന റോഡ് ഷോയ്ക്ക് മുമ്പാണ് മോദി ക്ഷേത്രത്തിലെത്തിയത്. എന്നാലും രാജ്യത്തിന്റെ ഭരണഘടനയെ വച്ചു കളിക്കാൻ ഒരാളെയും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മതം അടിസ്ഥാനമാക്കി സംവരണം നടത്തുന്നത് അംഗീകരിക്കില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. അയോധ്യ സന്ദർശനത്തിന് ശേഷം ഉത്തർപ്രദേശിലെ ദൌരഹയിൽ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനയിൽ ഒരിക്കലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിക്കുന്നില്ല. എന്നാൽ ഇന്ത്യ മുന്നണി അവരുടെ പ്രീണന നയത്തിന്റെ ഭാഗമായി പട്ടികജാതി, പട്ടികവർഗ, പിന്നാക്ക വിഭാഗങ്ങളുടെ സംവരണത്തിന്റെ ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. നിങ്ങളുടെ സ്വത്തിൽ പോലും അവർക്കൊരു കണ്ണുണ്ട്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പോലും മുസ്ലിങ്ങളുടെ കാര്യത്തിൽ കർണാടക മോഡൽ സംവരണം നടപ്പാക്കണമെന്ന് ആഗ്രഹിക്കുന്നയാളാണ്. അതേസമയം രാജ്യത്തിന്റെ സമ്പത്ത് അവരുടെ വോട്ട് ബാങ്കിലേക്ക് വിതരണം ചെയ്യാനാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയുമെല്ലാം പദ്ധതിയിട്ടിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. എന്നാൽ അവരത് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് മുന്നിൽ ഞാൻ ഒരു തടസ്സമായി തന്നെ നിൽക്കുമെന്നും കശ്മീരിൽ ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ അത് ഒരു കാരണവശാലും സംഭവിക്കാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. BJP വീണ്ടും അധികാരത്തിലെത്തിയാൽ സൗജന്യ റേഷൻ പദ്ധതി അവസാനിപ്പിക്കുമെന്നും പാവപ്പെട്ടവർക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതികൾ അവസാനിക്കുമെന്നും വന്ദേ ഭാരത് ട്രെയിനുകൾ നിർത്തലാക്കുമെന്നും തുടങ്ങിയ നുണപ്രചാരണങ്ങളാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. നിങ്ങൾ BJPക്ക് നൽകുന്ന ഓരോ വോട്ടും എനിക്ക് കൂടി വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടെ അനുഗ്രഹം തേടിയാണ് ഉത്തർപ്രദേശിലെത്തിയത്. ഇനിയും ധാരാളം ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഉത്തർപ്രദേശിൽ നേരത്തെ അധികാരത്തിലിരുന്ന സമാജ്വാദി പാർട്ടി സർക്കാർ ജനങ്ങളുടെ ജീവിതം ഇരുട്ടിലാക്കിയപ്പോൾ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ സർക്കാർ എല്ലാ പോരായ്മകളും പ്രശ്നങ്ങളും തുടച്ചു നീക്കി. SP-യും BSP-യും കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ നൽകാത്ത അത്രയ്ക്കു തുകയാണ് കഴിഞ്ഞ 7 വർഷം കൊണ്ട് കരിമ്പ് കർഷകർക്കായി യോഗി സർക്കാർ നൽകിയത്. സംസ്ഥാനത്തിന്റെ ഓരോ കോണിലും നടക്കുന്ന വികസനത്തിൽ ജനങ്ങൾക്ക് അഭിമാനിക്കാമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.